ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് എപ്പോഴും ഷോർട്സാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഒരു ബോധോദയം പോലെ തോന്നിയിട്ട് അങ്ങനെ ലോങ് വീഡിയോസ് എടുത്തത്. രാവിലെ എണീറ്റ പാടത്തിന് ഈ ഒരു കുപ്പി വെള്ളം ഞാൻ കുടിക്കും കേട്ടോ. ഇപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ UAE ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തതിനും അപ്പുറം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു കുപ്പി വെള്ളം ഞാനിപ്പം രാവിലെ കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പ്രോപ്പറായിട്ടുള്ള അതത് സ്ഥലങ്ങളിലൊക്കെ എടുത്ത് വയ്ക്കാൻ പോവാട്ടോ. പിന്നെ എനിക്ക് 2 സിങ്കുണ്ട്. ഒരു സിങ്കിലാണ് ഞാൻ മീൻ മുറിക്കുന്നതും പിന്നെ പാത്രമൊക്കെ കഴുകുന്നത്. മറ്റേ സിങ്കിൽ ഞാൻ ഈ കഴുകിയ പാത്രങ്ങളൊക്കെ ഉണക്കാനും പിന്നെ ഒരു ചെറിയൊരു ബേസിനും പോലെ മേടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സിങ്കിലാണ് ഞാൻ വിളക്കും തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ വീട്ടിന് പുറത്തൊക്കെ കൊണ്ടുപോയാണല്ലോ വിളക്കൊക്കെ തേക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു സിങ്ക് ഞാൻ വിളക്ക് തേക്കാനും മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എല്ലാ പാത്രങ്ങളൊക്കെ പറക്കി വെച്ചതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടന്നു. ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ജാനുട്ടിക്ക് സ്കൂളിൽ പോകണ്ട, കാരണം ഇത് ഹോളിഡേ ആയതുകൊണ്ട് 10 ദിവസം ലീവാണ്. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ ഉപ്പുമാവ്, പുട്ട്, അങ്ങനത്തെ ഇടിയപ്പം ആ പരിപാടിയിലോട്ട് കിടക്കും. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെയാണ് ഈ മാവൊക്കെ ആട്ടി വെച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായപ്പോൾ മക്കൾ പല്ലൊക്കെ തേച്ച് TV കാണാൻ തുടങ്ങി കേട്ടോ. വെക്കേഷനാണല്ലോ, അപ്പോഴെല്ലാം അവരുടെ സ്വാതന്ത്ര്യമാണ്. പിന്നെ ഏട്ടൻ പോയി വട മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. വട കഴിക്കാൻ കൊതിയെന്നും പറഞ്ഞിട്ട് അങ്ങനെ വടയൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് കൊഞ്ച് തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള കൊഞ്ച് വെള്ളത്തിയിട്ടേക്കും ഐസൊക്കെ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നലെ ഞാൻ ബാൽഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി. അപ്പോൾ അതും ബ്രേക്ക്ഫാസ്റ്റിനോടെ നമ്മൾ കഴിച്ചു കേട്ടോ. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉച്ചയ്ക്ക് ഈ കൊഞ്ച് തീയലും പയറ് തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയറും എടുത്ത് വെള്ളത്തിയിട്ടു. പിന്നെ ചോറിനുള്ള അരിയും കഴുകി അടുപ്പിലോട്ടിട്ടു. ഞാനിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് അമ്മ പഠിപ്പിച്ച് തന്ന കേട്ടോ. കാരണം നമ്മൾ ചോറിനുള്ള അരി കഴുകിയിടുന്ന സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, നമ്മളെ കുടുംബത്തിന് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം അരി ഇടാനെന്ന്. അപ്പോൾ അത് അമ്മ പറഞ്ഞു തന്നുകൊണ്ട് അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നതന്നേ ഉള്ളൂ. അപ്പോൾ അതും ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം. അതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കമൻസിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ട് ഈ ഒരു മറുപടി പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പിച്ചാത്തി ആണെങ്കിൽ ഒട്ടും മുറിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ വേറെ പിച്ചാത്തിയൊക്കെ ഇനി മേടിക്കണം. പിന്നെ ഈ തീയലിനുള്ള പരിപാടിയിലോട്ട് കടന്നു. ആദ്യം കുറച്ച് തേങ്ങയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. പിന്നെ വറുത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് പൊടിയുടെ ഒരു മണമൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് കോരുക കേട്ടോ. എന്നിട്ട് ഒരു ചട്ടിയിൽ കടുക് പൊട്ടിച്ച് അതിൽ ചുവന്നുള്ളിയും തക്കാളി ഇട്ടൊന്ന് വഴറ്റുക. പിന്നെ ഒരു സൈഡിൽ ഇത് മീൻകറിക്കുള്ളതും ഒരു സൈഡിൽ പയറ് തോരനുള്ളതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. എന്നിട്ട് ഈ വറുത്ത് വെച്ച തേങ്ങയിലോട്ട് പുളിവെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചത് ആ ഒരു ഉള്ളി വഴണ്ട് വന്നില്ലേ, അതിലോട്ടിട്ട് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ കൊഞ്ചിൻ്റെ കഷ്ണം കൂടെ ഇട്ടാൽ നമ്മളെ കൊഞ്ച് തീയൽ റെഡിയാണ്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മക്കൾ രണ്ടുപേരും ഓടി വന്നിട്ട് പറയാം, അമ്മ ഇന്നലെ നമ്മൾ മൈലാഞ്ചി മേടിച്ചില്ലേ, അപ്പോൾ അത് മൈലാഞ്ചി എനിക്ക് ഇട്ട് തരാൻ പറഞ്ഞിട്ട്. ഇവിടെ മൈലാഞ്ചിയൊക്കെ ഞാൻ ഇട്ടൊക്കെ കൊടുക്കും, പക്ഷേ ഒരു 5 മിനിറ്റല്ല, ഒരു 5 മിനിറ്റല്ല, ഒരു സെക്കൻഡ് പോലും വച്ചേക്കത്തില്ല. ആ ഇടുന്ന ആ ഒരു അത്രയും പണിപ്പെട്ട് നമ്മൾ ഇട്ടിട്ടും അതിനുള്ള ഒരു സമയം, ഉണങ്ങാനുള്ള സമയം പോലും കൊടുക്കാതെ കൊണ്ട് കഴുകിക്കളയും കേട്ടോ ഇവർ. അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി അങ്ങനെ മേടിക്കാറില്ല. എനിക്കിഷ്ടമാണ് മൈലാഞ്ചി ഇടാൻ, ഇവർക്ക് ഇട്ട് കൊടുക്കാനും ഇഷ്ടമാണ്. പക്ഷേ കയ്യിലിങ്ങനെ ഉണങ്ങാൻ വയ്ക്കാതെ കൊണ്ട് കഴുകിക്കളഞ്ഞാലേ, അതുകൊണ്ട് ഞാനിപ്പോൾ വലിയ താല്പര്യമില്ല. പിന്നെ ഇപ്പോൾ ഈദൊക്കെ ആയതുകൊണ്ട് ഇവിടെ മൈലാഞ്ചി എല്ലാ കടയിലും കിട്ടും, അതുകൊണ്ടാട്ടോ മേടിച്ചത്. ആദ്യം ഇടാൻ ചെന്നപ്പോൾ കല്യാണി പറഞ്ഞു, എനിക്ക് സൂര്യനെ വേണം, പിന്നെ പാമ്പ് വരയ്ക്കണം, മുയലിനെ വരയ്ക്കണം. എനിക്കാണെങ്കിൽ മുയലിനെ വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ് സൂര്യൻ വരച്ചു കേട്ടോ. സൂര്യനെ വരയ്ക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വട്ടം വരയ്ക്കുക, പിന്നെ ഫുൾ ഇങ്ങനെ ഒന്ന് ഇട്ടാൽ സൂര്യനാവുമല്ലോ. പിന്നെ ഇടുന്നതിനിടയ്ക്ക് കൈവലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ പാമ്പ് വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഫുൾ പാമ്പും വരച്ചു കൊടുത്തപ്പോൾ സെറ്റായെന്ന് വിചാരിച്ചു. പിന്നെ പറയാം, ഇത്രയും സ്പേസ് ഉണ്ട്, കുത്തൊക്കെ ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ മൊത്തം കുത്തും അങ്ങ് ഇട്ട് കൊടുത്തേട്ടോ. അങ്ങനെ ഫുൾ കുത്തും ഇട്ട് കൊടുത്തപ്പോൾ കല്യാണിയുടെ കാര്യം സെറ്റായി. അത് കഴിഞ്ഞിട്ട് ചേച്ചി വന്നു. ചേച്ചിക്ക് പൂവായിട്ടാണ് തുടങ്ങിയത്, പിന്നെ അത് വേറെ ഡിസൈനിലോട്ടായി.
പിന്നെ ഈ കല്യാണി ഇപ്പം ഇട്ട് സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും ബാത്റൂമിൽ നിന്ന് കൈ കഴുകുന്ന സൗണ്ട് ഞാൻ കേട്ടു. ഇപ്പം ഞാൻ എന്നെ തന്നെ അപ്പം മനസ്സിൽ വിചാരിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന്. അങ്ങനെ ജാനൂട്ടിക്ക് ഇതേപോലെ പൂവിൽ തുടങ്ങി, പിന്നെ ഇത് പൂവും കായും ഒക്കെ അതിന് വേറെ ഏതോ ഒരു ഷേപ്പിലൊക്കെ പോയി. അങ്ങനെ പുള്ളിക്കാരി ഒരു 5 മിനിറ്റ് വെച്ചതേ ഉള്ളൂ ആ കഴുകി കളഞ്ഞു. ഒന്ന് കൈ ചുമന്നിട്ട് പോലും ഇല്ല. പിന്നെ ഡ്രോയിങ്ങിലോട്ട് കടന്നു. ഈ ഒരു ഡ്രോയിങ് സെറ്റ് ജാനുവട്ടിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും ഇടയ്ക്ക് ഡ്രോയിങ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല രസമാണ്. കുഞ്ഞുങ്ങൾക്കുള്ളവർക്കൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ഏട്ടൻ ഉറക്കമാണ്. പിന്നെ ഒരു 3:30 മണിയാകുമ്പോൾ ഏട്ടൻ എണീക്കത്തുള്ളൂ. അപ്പോഴേ ചോറൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും ചോറൊക്കെ കഴിച്ച് കല്യാണി ഒരു ഉച്ച ഉറക്കമുണ്ട്. അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോഴും ഞാൻ ഗ്രീൻ ടീയും മക്കൾക്ക് പാലൊക്കെ കൊടുത്തു. ഏട്ടൻ അപ്പോഴത്തേക്കും ചോറൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. എൻ്റെ തലമുടിയുണ്ട്, ഇന്നലെ ഷാമ്പു തേച്ചതിൻ്റെതാണ് ഈ ഡ്രൈ ഹെയർ ആയിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ തലയിൽ ഇപ്പോൾ താരൻ്റെ അതിപ്രസരം എന്ന് തന്നെ പറയാം. കാരണം താരം കൊണ്ട് രക്ഷയില്ല കേട്ടോ. നല്ല ചൊറിച്ചിലും ഒക്കെയാണ്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ പാർലറിൽ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടും ഒരു റിസൾട്ട് എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഷാമ്പു മേടിച്ച് തേക്കുന്നുണ്ട്. അപ്പോൾ അത് തേക്കുമ്പോൾ കുറച്ച് എഫക്റ്റീവാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഹെയർ പാക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ചിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് പറയാം കേട്ടോ, എനിക്കത് വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇന്നോട്ടാണ് ഞാൻ തേക്കുന്നത്. കഴുകിക്കളയാനും വലിയ പാടൊന്നുമില്ല. അങ്ങനെ അപ്ലൈ ഒക്കെ ചെയ്തു. ഞങ്ങൾ മക്കളുമൊക്കെ കുളിച്ചു. അതിനുശേഷം ഒരു സന്ധ്യാസമയപ്പോൾ വിളക്കൊക്കെ തെളിച്ചു, രാമനാമം ജപിച്ചു, പ്രാർത്ഥിച്ചു. മക്കളെ കൊണ്ട് ഞാൻ എന്തായാലും രാമനാമം ജപിപ്പിക്കും. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ബൈ ബൈ.